വെറും 8500 രൂപ കൊടുക്കും. 8500. സാംസങ്ങിന്റെ നോട്ട് 12 പ്രോ 22,000 രൂപയ്ക്ക് ഇറങ്ങിയ ഫോണാണ്. ജസ്റ്റ് സീഡാണ് കട്ട് ചെയ്തിട്ട് ഫ്രഷ് നമ്മൾ കൊടുക്കുന്ന റേറ്റ് 16 രൂപ. 16,000 മാത്രം. നമുക്ക് സാധാരണക്കാർ കസ്റ്റമർ നമുക്ക് വേണ്ടത് സാധാരണക്കാർ നമ്മളെ കൂടെ എപ്പോഴും ഉണ്ടാവും. അപ്പോൾ അവർക്ക് സാംസങ് S25 അൾട്രല്ലേ ഇപ്പൊ ക്യാമറക്ക് ഏറ്റവും നല്ല പോയിന്റ്, ആ ക്യാമറയുടെ നല്ല ക്യാമറ ക്ലാരിറ്റി ഇതിന് അടിപൊളി. നമ്മൾ കുറെ വീഡിയോ കാണിച്ചാൽ കൂടെ ഇതിൽ കാണിക്കാത്തത്. അതിനായിട്ടും ക്യാമറ ക്ലാരിറ്റി ഉള്ള ഫോൺ വെറും 11,000 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. Q14 Pro Plus ഒക്കെ നമ്മൾ കൊടുക്കുന്നത് 25,500. അതായത് 32,000 രൂപ വിലയുള്ള ഈ ഫോൺ നമ്മൾ കൊടുക്കുന്നത് 25,000. ഇവിടുന്ന് ഒരു ഗിഫ്റ്റ് എടുക്കാം, അതിന്റെ പുറമെ ഇവിടുന്ന് ഒരു ഗിഫ്റ്റ് എടുക്കാം, അതുപോലെ ഇവിടുന്ന് ഒന്ന്. ഇതാണ് ഞങ്ങൾ മൊബിക്കോ കൊടുക്കുന്നത്. കൈ നിറയെ സമ്മാനങ്ങൾ പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമർക്ക് ഇത്രയും സാധനങ്ങൾ. പുതിയ ഫോൺ പുതിയ റേറ്റ് 39,000 രൂപ. നമ്മൾ ബോക്സ് ഓപ്പൺ ചെയ്തിട്ട് 35,000 ആക്കിയിട്ട് കസ്റ്റമർക്ക് സെക്കൻഡ് ആക്കി കൊടുക്കും. ഇത് 37 രൂപ പുതിയ വരുന്ന ഫോൺ ഉണ്ട്, അത് നമ്മൾ 33 രൂപ കൊടുക്കുന്നുണ്ട് കസ്റ്റമർക്ക്. ഓൺലൈനിൽ ഫ്ലിപ്കാർട്ട് ആമസോൺ സെയിൽ തുടങ്ങിയില്ല, നാളെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. നമ്മൾ കൊടുക്കുന്നത് 18,500. അത് ഈ ചെറിയ മോഡലിന്റെ മുകളിൽ 2,000 രൂപ സ്പോട്ട് കുറച്ചിട്ട് നമ്മൾ കൊടുക്കുന്നത്. നല്ല ഗെയിമിംഗ് ഭ്രാന്തന്മാർക്ക് പറ്റിയൊരു സാധനം. ഇന്ത്യൻ മാർക്കറ്റ് ഇല്ലാത്ത റെഡ് മാജിക് എന്ന് പറഞ്ഞ നല്ല പെർഫോമൻസ് ഉള്ള ഇപ്പൊ കാണിച്ച മോഡലൊക്കെ ഈ ഓണത്തിലേക്ക് കമ്പനി ഇറക്കി ഏറ്റവും പുതിയ മോഡൽ വിവോയുടെ V50 27,000 നമുക്ക് കസ്റ്റമർ കൊടുക്കും. സെറ്റ് ഒക്കെ കണ്ടീഷൻ അല്ലേ? ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം, നമുക്ക് അതും കൂടി നോക്കണല്ലേ. സീൽഡ് കട്ട് ചെയ്ത പീസ്. ഓ എന്റെ മോൻ, ഇത് കണ്ടോ? ചാർജർ ഒന്നും തൊട്ടിട്ടുണ്ടാവില്ല. അടിപൊളി. എൽമിലൊക്കെ ഉണ്ട് ബോക്സ് പൊട്ടിക്കാത്ത ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ 15. അടിപൊളി. ഇത് കണ്ടോ? 36 പുതിയ റേറ്റ് നമ്മൾ കൊടുക്കുന്നത് 30,500. S23 ഒക്കെ നല്ല ഫ്രഷ് പോലത്തെ ബോക്സ് പീസ്. ഇതൊക്കെ വരുന്നത് 31, 33. Z Fold 5 1,60,60,000 രൂപയാണ് പുതിയ റേറ്റ്. നമ്മൾ വെക്കുന്നത് 65,000 രൂപയ്ക്ക്. ഒന്ന് പൊട്ടിച്ച് കാണിക്കാം. എല്ലാവർക്കും സംശയമുണ്ട് എന്തോ റീപാക്കിങ്ങോ കാര്യങ്ങളോ ചെയ്ത്. ഇതുവരെ ഇത് ഫ്രഷ് ആയി, ഇപ്പൊ സെക്കൻഡ് ആയി. 1,18,000 രൂപന്റെ ഈ സാധനം ഇപ്പൊ നമ്മൾ കൊടുക്കുന്ന എത്ര അറിയോ? 98,000 രൂപയ്ക്ക്. അതായത് സ്പോട്ടിൽ 20,000 രൂപ കുറച്ച്. ബൈജൂസിന്റെ ടാബ്, ഈ ടാബ് കേരളത്തിൽ ഇപ്പൊ ഭയങ്കര ട്രെൻഡിങ് ആണ്. നമ്മളിത് ഹലോ സുഹൃത്തുക്കളെ, ഞാനിന്ന് വന്നിരിക്കുന്നത് കോഴിക്കോട് ജില്ലയിലെ കൊടുവള്ളിയിലേക്കാണ്. നമ്മുടെ ഷമീർ ഭായിയുടെ പുതിയ സ്ഥാപനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്, മൊബിക്കോയിലേക്ക്. മൊബിക്കോ ഇപ്പോൾ ഫോണുകൾക്കൊക്കെ ഗംഭീര ഓഫർ കൊടുക്കുകയാണ്, പ്രൈസുകളൊക്കെ പൊട്ടിച്ച് കൊടുക്കുകയാണ്. അപ്പം ഇവരുടെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഷമീർ ഭായ്, എന്താണിത്? ഫോണുകളൊക്കെ വില കുറച്ച് കൊടുക്കുകയാണോ? ഓണായതുകൊണ്ടാണോ? ഓണായതുകൊണ്ട് ഫോണുകളുടെ ഒരു ചാകര നമ്മളെ ഇറക്കിക്കുക. ഒരുപാട് സ്റ്റോക്ക് ഉണ്ട്. ആ സൈഡിൽ നിന്ന് തൊട്ട് ഇവിടെ വരെ നിരത്തി വെച്ചിട്ടുണ്ട്. നമുക്ക് കാണിച്ചു തരാം. നമുക്ക് നമ്മളൊന്ന് പരിചയപ്പെടുത്താം, കാരണം നമ്മൾ കുറെ ആയാലും വീഡിയോയിൽ വന്നിട്ട്. അതെ, നമ്മൾ പുതിയ സ്ഥാപനം ഓപ്പൺ ചെയ്തതാണ്. അതെ, കഴിഞ്ഞ 20 വർഷക്കാലം നമ്മൾ യൂസ്ഡ് മൊബൈൽ മേഖലയിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. കഴിഞ്ഞ 5 വർഷമായി നമ്മൾ സോഷ്യൽ മീഡിയ വഴിയാണ് നമ്മൾ കച്ചവടം ചെയ്യുന്നത്. ഫേസ്ബുക്ക് നമ്മൾ ഏകദേശം 5 വർഷം മുമ്പേ ഹിന്ദിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു, ഹിന്ദി ചാനലിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ അന്ന് മുതൽ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഉണ്ട്. അപ്പൊ നമ്മൾ പുതിയൊരു ഷോപ്പ് ഓപ്പൺ ചെയ്തതാണ് കോഴിക്കോട് ജില്ലയിൽ കൊടുവള്ളി, താഴെ കൊടുവള്ളി സിറാജ് ബൈപ്പാസിന്റെ അടുത്ത് തന്നെയാണ് നമ്മൾ പുതിയ ഷോപ്പ് വന്നിട്ടുള്ളത്. അപ്പൊ ഈ പ്രാവശ്യത്തെ ഓണത്തിന്റെ ഓഫറുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഇപ്പോൾ ഓണത്തിനേക്ക് കാത്തിക്കാണ് പുതിയ ഫോൺ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ പുതിയ ഫോൺ എടുക്കുന്ന ആളുകൾക്കൊക്കെ എന്ത് ചെയ്യും, നമ്മള് ഫ്രഷ് ബോക്സ് പീസുകൾ ഈ ഓണത്തിനേക്ക് കമ്പനി ഇറക്കിയ എല്ലാ കമ്പനിന്റെ എല്ലാ മോഡലും നമ്മൾ എന്ത് ചെയ്യും, ഫ്രഷ് ബോക്സ് ഓപ്പൺ ചെയ്തിട്ട് സെക്കൻഡ് ആക്കി കസ്റ്റമർ കൊടുക്കും. അങ്ങനെ ചെയ്യുന്നത് അതൊരു പരിപാടി. കാരണം എന്താ അറിയോ, വിവോ ഈ പ്രാവശ്യം ഇറക്കിയ ഫോണാണ് വിവോയുടെ V60 എന്ന് പറഞ്ഞ മോഡല്, പുതിയ ഫോൺ. ഇത് പുതിയ റേറ്റ് 39,000 രൂപ. 39,000. നമ്മൾ ബോക്സ് ഓപ്പൺ ചെയ്തിട്ട് 35,000 ആക്കിയിട്ട് കസ്റ്റമർക്ക് സെക്കൻഡ് ആക്കി കൊടുക്കും. 4,000 രൂപ സ്പോട്ടിൽ. അതായത് 1 രൂപ പോലും മറ്റ് സ്ഥാപനങ്ങളിലോ ഓൺലൈനിലോ ഓഫർ ഇല്ലാത്ത ഫോണുകളാണ് വിവോന്റെ V60 ഏറ്റവും ലേറ്റസ്റ്റ് മോഡലൊക്കെ. ഇത് 37 രൂപ പുതിയ വരുന്ന ഫോൺ ഉണ്ട്, അത് നമ്മൾ 33 രൂപ കൊടുക്കുന്നുണ്ട് കസ്റ്റമർക്ക്. അത് ഫ്രഷ് സീൽഡ് ജസ്റ്റ് ആയിട്ട് കട്ട് ചെയ്തിട്ട് സെക്കൻഡ് ആക്കിയിട്ട് പുതിയ ഫോൺ കൊടുക്കും. ഇതിനൊക്കെ ഫിനാൻസ് വേണോ? 0 ഡൗൺ പേയ്മെന്റ് നമ്മൾ ഫിനാൻസും കൊടുക്കും. ഫിനാൻസ് ഇപ്പൊ നമുക്ക് 3 ജില്ലയിലായി ആയിട്ടുള്ളൂ, കോഴിക്കോട്, മലപ്പുറം, വയനാട്. ഈ 3 ജില്ലയിൽ ഇപ്പൊ നമുക്ക് ഫിനാൻസ് സൗകര്യം ഉണ്ട്. അതായത് ഫ്രഷ് ഈ ഓണത്തിനേക്ക് കമ്പനി ഇറക്കിയ എല്ലാ മോഡലുകളും നമ്മൾ ബോക്സ് ഓപ്പൺ ചെയ്തിട്ട് സെക്കൻഡ് ആക്കി കൊടുക്കുക. 4,000, 5,000 വലിയ മോഡലുകളൊക്കെ ആണെങ്കിൽ 10,000, 20,000 വരെയൊക്കെ വ്യത്യാസത്തിലുള്ളത്. നമ്മളിങ്ങനെ പോകുമ്പോൾ ഓരോ കമ്പനിയും പറയാം. അപ്പൊ നമുക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. V60 ഈ ഓണത്തിനേക്ക് ഇറങ്ങിയ V60 5 സൈറ്റുകൾ ഇറങ്ങിയിട്ട്, അതാണ് നമ്മൾ കേരളത്തിൽ എവിടെയും കിട്ടാത്ത പ്രൈസിന് ബോക്സ് ഓപ്പൺ ആക്കിയിട്ട് സെക്കൻഡ് ആക്കി കസ്റ്റമർ കൊടുക്കുന്നത്. ഇനി V50 ഒക്കെ ഉണ്ട് കേട്ടോ. 37 രൂപ പുതിയ വരുന്നതാണ്. 37 വരുന്നതാണ്. നമ്മൾ എത്ര കൊടുക്കും? നമ്മളിപ്പോ കൊടുക്കുന്നത് 27,000.
27,000 മാത്രം. വിവോയുടെ V50 27,000 നമ്മൾ കസ്റ്റമർ കൊടുക്കും. സെറ്റ് ഒക്കെ കണ്ടീഷൻ അല്ലേ? ഫ്രഷ്. ഇത് നമുക്ക് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. നമുക്ക് അതും കൂടി നോക്കണല്ലോ അല്ലേ? സീൽഡ് കട്ട് ചെയ്ത പീസ്. ഓ എന്റെ മോൻ, ഇത് കണ്ടോ? ചാർജർ ഒന്നും തൊട്ടിട്ടുണ്ടാവില്ല. അടിപൊളി, നല്ല പുതുപുത്തൻ ഐറ്റം കണ്ടോ? സീൽഡ് കട്ട് ചെയ്യുന്ന ഫ്രഷ് ഫോൺ. ജസ്റ്റ് ബോക്സ് ഓപ്പൺ ചെയ്യുന്നുള്ള 1 year വാറണ്ടിയിൽ നമ്മൾ കൊടുക്കുന്നത് 20,000-ന്. ഏതാണ്ട് 10,000 രൂപ കുറച്ചിട്ടാണ് പുതിയ ഫോൺ നമ്മൾ കസ്റ്റമർ കൊടുക്കുന്നത്. V40 Pro കണ്ടല്ലോ, പുതിയത് 50 രൂപയുള്ള ഫോണാണ് നമ്മൾ കൊടുക്കുന്നത് 33,000 രൂപയ്ക്ക്. അതായത് പുതിയതായിട്ട് 17,000 കുറച്ചിട്ടാണ്. അതേപോലെ തന്നെ വിവോയിലൊക്കെ ഇനി വരികയാണെങ്കിൽ ഈ ഓണത്തിലേക്ക് ഇറങ്ങിയ ഏറ്റവും ലേറ്റസ്റ്റ് മോഡലാണ് X200 FE. പുതിയ റേറ്റ് വരുന്നത് 55,000 രൂപ. സീൽഡ് കട്ട് ചെയ്തില്ല, കസ്റ്റമർക്ക് ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് സെക്കൻഡ് ആക്കിയിട്ട് 47,000 കൊടുക്കും. 47,000. 55,000 രൂപ. ഓൺലൈൻ ആണെങ്കിലും ഓഫ്ലൈൻ ആണെങ്കിലും 1 രൂപ പോലും എവിടെയില്ല. എനിക്ക് ഇപ്രാവശ്യം നമ്മുടെ വ്യൂസിനോട് പറയാനുള്ളത്, ഓണത്തിന്റെ ഓഫറിൽ എല്ലാ പ്രമുഖ ബ്രാൻഡഡ് ഷോറൂമുകളും ഓൺലൈനും ചെക്ക് ചെയ്യാം. 55,000 രൂപയാണ് റേറ്റ്. ഇതിന്റെ കൂടെ ബാക്കി ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ഞാൻ വേറെ പറഞ്ഞുതരാം. ഗിഫ്റ്റ് ഉണ്ട്, അത് വേറെ. കൈ നിറയെ എല്ലാവരും പറയലേ ഉള്ളൂ, നമ്മൾ കാണിച്ചു തരാം, നമ്മൾ കൊടുക്കുകയും ചെയ്യും. നമ്മളെ ബാക്കി ഓഫറൊക്കെ ഞാൻ പുറകെ പറഞ്ഞുതരാം. ഈ റേറ്റ് ഞാൻ പറഞ്ഞത് 55,000-ന് നമ്മൾ കൊടുക്കുന്നത് 47,000-ന്. 8,000 രൂപ കുറച്ചിട്ടാണ് പുതിയ ഫോൺ കൊടുക്കുന്നത്. എവിടെയും കിട്ടാത്ത ഓഫറാണ്. അതുപോലെ തന്നെ X200 Pro ഓൺലൈൻ ചെക്ക് ചെയ്ത് നോക്കിയാൽ അറിയാം, 95,000 രൂപയാണ് പുതിയ റേറ്റ്. നമ്മൾ കൊടുക്കുന്നത് 79,000-ന്. 79 മാത്രം. ഇവിടുന്ന് സീൽഡ് കട്ട് ചെയ്യും, കസ്റ്റമർക്ക് സെക്കൻഡ് ആക്കിയിട്ട് കൊടുക്കും. അപ്പൊ ചോദിക്കൂ, ഇതെന്തിനാ സീൽഡ് കട്ട് ചെയ്ത് കൊടുക്കണേ? അതാണ് ഞാൻ ആൾക്കാർ സംശയം. ഫ്രഷ് വെക്കുന്ന റേറ്റ് ഉണ്ട്, അതിൽ കുറച്ച് കൊടുക്കാൻ പറ്റൂല. നമ്മൾ സീൽഡ് കട്ട് ചെയ്താൽ നമ്മൾ സെക്കൻഡ് ആക്കി കൊടുക്കണം. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള റേറ്റ് കൊടുത്തൂടെ? പ്രൈസ് പൊട്ടിച്ച് കൊടുക്കുക. അതുപോലെ തന്നെ X200 വിവോയുടെ ലേറ്റസ്റ്റ് മോഡൽ X200 ഫ്രഷ് സീൽഡ് കട്ട് ചെയ്യാത്ത ഫ്രഷ് പീസ്. ഇത് റേറ്റ് വരുന്നത് 66,000 പുതിയ റേറ്റ് വരുന്നത്. നമ്മൾ കൊടുക്കുന്ന എത്ര അറിയാം? 52,000-ന്. 52 മാത്രം. അതായത് 14,000 രൂപ കുറച്ചിട്ടാണ് ഫ്രഷ് ഫോണ്. അതും പഴയ മോഡലല്ല. എല്ലാവരും വിചാരമുണ്ട് പഴയ മോഡൽ ഓൾഡ് സ്റ്റോക്ക് പൊട്ടിക്കുകയാണ്. ഏറ്റവും ചുരുക്കി പറഞ്ഞത് അതിന്റെ അടുക്ക് വേറെ സാധനം കിട്ടും. ഇന്നലെ മാർക്കറ്റിൽ ഇറങ്ങി ഇന്നലെ ഇറങ്ങിയ സാധനം 20,500 പുതിയ റേറ്റ്. എവിടെ നോക്കുകയാണെങ്കിൽ ഓൺലൈനിൽ ഫ്ലിപ്കാർട്ട് ആമസോൺ സെയിൽ തുടങ്ങിയില്ല, നാളെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതാണ്. നമ്മൾ കൊടുക്കുന്നത് 18,500. അത് ഈ ചെറിയ മോഡലിന്റെ മുകളിൽ 2,000 രൂപ സ്പോട്ട് കുറച്ചിട്ട് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ വിവോന്റെ വലിയ മോഡൽ കണ്ട് ഇനി വിവോന്റെ Y400 400 Pro എന്നൊക്കെ പറഞ്ഞ ഒക്കെ ലേറ്റസ്റ്റ് മോഡൽ ഒക്കെ ഈ ഓണത്തേക്ക് ഇറക്കിയ മോഡല്. പഴയ ഇതൊക്കെ ഓൺലൈനായിട്ടും ഷോപ്പ് റേറ്റിനായിട്ടും ഒക്കെ 3,000 4,000 5,000 രൂപ വരെ കുറച്ചിട്ടാണ് മൊബിക്കോ ഈ ഓണത്തിന് ഓഫർ ആയിട്ട് കസ്റ്റമർ കൊടുക്കുന്നത്. വെരി ഗുഡ്, വെരി ഗുഡ്. മോഡല് ഇത് നല്ല ഗെയിമിംഗ് ഭ്രാന്തന്മാർക്ക് പറ്റിയൊരു സാധനമാണ്. ഇന്ത്യൻ മാർക്കറ്റിൽ ഇല്ലാത്ത റെഡ് മാജിക് എന്ന് പറഞ്ഞ നല്ല പെർഫോമൻസ് ഉള്ള പുതിയൊരു മോഡൽ ഫോണാണ്. ഇതെങ്ങനെയാണ് സ്റ്റോറേജും കാര്യങ്ങളൊക്കെ? സെയിലില്ല. 8GB 128 ഗെയിമിങ്ങിന് പറ്റിയ പക്ക ഗെയിമിംഗ് ഫോണാണ്. വെയിറ്റ് ഒക്കെ എങ്ങനെ? നോർമൽ വെയിറ്റ് ഉള്ളൂ അല്ലേ? ഇതെങ്ങനെ പ്രൈസ് വരുന്നത്? പുതിയ റേറ്റ് 50,000 രൂപ. 50,000 നമ്മൾ കൊടുക്കുന്നത് 33 രൂപയ്ക്ക്. ഓ അടിപൊളി. കവറിന് പ്രൈസ് പൊട്ടിച്ച് കൊടുക്കുകയാണേ. കണ്ടോ, നല്ല ഫ്രഷ് സാധനം. നിങ്ങൾ വിചാരിക്കും ഇത് എന്തോ ഓൺലൈൻ തപ്പിയവരെ കിട്ടൂല. ഇതിപ്പോ വാങ്ങിക്കാൻ ഓൺലൈൻ തപ്പിയവരെ കിട്ടും. ജപ്പാൻ പീസ പുറത്തു നിന്ന് മോഡലാണ്. ഇങ്ങനെ മാർക്കറ്റിൽ കാണാത്ത ആർക്കും കിട്ടാത്ത പല മോഡൽസ് നമുക്ക് ഇടയിൽ കൂടി പരിചയപ്പെടുത്തേണ്ടത്. A70 പറഞ്ഞതൊക്കെ ഈ ഓണത്തിനേക്ക് ഞാൻ ഇപ്പൊ കാണിച്ച മോഡലൊക്കെ ഈ ഓണത്തിനേക്ക് കമ്പനി ഇറക്കി ഏറ്റവും പുതിയ മോഡലുകൾ. കണ്ടില്ല, ഒരുപാട് മോഡൽസ് ഉണ്ട്. നമ്മളിങ്ങനെ വീഡിയോ ലെങ്ത് ആവുന്നത് അത്ര ഇൻഡെപ്ത് ആയിട്ട് പോകുന്നില്ല, അങ്ങനെ പറഞ്ഞു പോകണം. നിങ്ങൾക്ക് വീഡിയോയിൽ വിഷ്വൽസ് കാണാൻ പറ്റും. ലേറ്റസ്റ്റ് മാത്രം നമ്മൾ ഇപ്പൊ കാണിക്കുന്നത്. ഞങ്ങൾ പോവാം. പിന്നെ Redmi Note 14 14 Pro ഇതൊക്കെ 4,000 5,000 6,000 വരെ. Note 14 Pro Plus ഒക്കെ നമ്മൾ കൊടുക്കുന്നത് 25,500. 25,500. അതായത് 32,000 രൂപ വിലയുള്ള ഈ ഫോൺ നമ്മൾ കൊടുക്കുന്നത് 25,500. ഓ അടിപൊളി. ഇതാണെങ്കിൽ അതുപോലെ റിയൽമിയിലൊക്കെ ഉണ്ട് ബോക്സ് പൊട്ടിക്കാത്ത ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ 15. അടിപൊളി. ഇത് കണ്ടോ, 36 പുതിയ റേറ്റ്. നമ്മൾ കൊടുക്കുന്നത് 30,500. 5,500 രൂപ. ഇതിന്റെയും മുകളിൽ കുറവുണ്ട്. ഇതൊന്നും ഒരു ഓഫർ എവിടെയും കിട്ടാത്ത സീൽഡ്. ഇതിൽ നമ്മൾ എക്സ്ട്രാ പിന്നെ ഫിനാൻസും ചെയ്ത് കൊടുക്കും. ഇതിന് ഫിനാൻസ് ആവശ്യമുണ്ടെങ്കിൽ ഫിനാൻസും ചെയ്ത് കൊടുക്കും. 3 ജില്ലയിലെ നമുക്ക് പോയിട്ടുള്ളൂ. ഇനി ഇങ്ങോട്ടേക്ക് പോരുകയാണെങ്കിൽ ഇതൊക്കെ കണ്ട്. ഇനിയിപ്പോ സാംസങ്ങിന്റെ S സീരീസ് ഏറ്റവും ഡിമാൻഡ് ഉള്ള മോഡലാണ്. സാംസങ്ങിന്റെ S സീരീസ് S23 ഒക്കെ നല്ല ഫ്രഷ് പോലത്തെ ബോക്സ് പീസ്. ഇതൊക്കെ വരുന്നത് 31 33 35 ആ റേഞ്ച്. ഇതാ ഒരുപാട് ക്വാണ്ടിറ്റി. S23 S23 FE S24 അങ്ങനെ പിടിച്ചിട്ട് S24 അൾട്ര ഒരുപാടുണ്ട്. പിന്നെ സാംസങ്ങിന്റെ Z Fold 5 1,60,60,000 രൂപയാണ് പുതിയ റേറ്റ്. നമ്മൾ വെക്കുന്നത് 65,000 രൂപയ്ക്ക്. ഓ അടിപൊളി.
അതായത് പ്രൈസ് പൊട്ടിച്ച് കൊടുക്കാണ് മൊബിക്കോ അല്ലേ? മൊബിക്കോ കൊടുള്ളി ഈ ഓണം നമ്മളാട്ട് അത് S25 Ultra 1,30,000 മാർക്കറ്റിൽ വെക്കുന്ന റേറ്റ്. ഇപ്പൊ ഓൺലൈനിൽ ഇപ്പൊ ഓണത്തിന്റെ ഓഫറിൽ പ്രമുഖ സ്ഥാപനങ്ങളൊക്കെ 1,18 ഭയങ്കര സംഭവമാക്കി വെക്കുന്നുണ്ട്. സീൽഡ് കട്ട് ചെയ്തില്ല, പൊളിക്കാത്ത പീസ്. പൊളിക്കണോ? അല്ല, ഇത് വേണതാ S25 Ultra. സീൽഡ് വേണം ഒന്ന് പൊട്ടിച്ച് കാണിക്കാം. എല്ലാവർക്കും സംശയം ഉണ്ട് എന്തോ റീപാക്കിങ്ങോ കാര്യങ്ങളോ ചെയ്തിട്ടാണ്. ഞാൻ നേരിൽ കണ്ടു ഒക്കെ നല്ല അടിപൊളി S25 Ultra നമ്മൾ പൊട്ടിക്കുന്നത് 1,18,000 ഇന്ന് കൊടുക്കുന്ന ഏറ്റവും വലിയ ഓഫർ റേറ്റ്. നമ്മൾ ഇങ്ങനെ സീൽഡ് കട്ട് ചെയ്യും. സൂപ്പർ. കണ്ടോ, ഫ്രഷ് ഫോണ്. വേറെന്താ വേണ്ടത്? ഇപ്പൊ നമ്മൾ സെക്കൻഡ് ആക്കി. ഇതുവരെ ഇത് ഫ്രഷ് ആയിരുന്നു, ഇപ്പൊ സെക്കൻഡ് ആയി. 1,18,000 രൂപന്റെ ഈ സാധനത്തെ ഇപ്പൊ നമ്മൾ കൊടുക്കുന്ന എത്ര അറിയോ? 98,000 രൂപക്ക്. അതായത് സ്പോട്ടിൽ 20,000 രൂപ കുറച്ചിട്ട് 98,000 രൂപക്ക് സാംസങ് ഗാലക്സി S25 Ultra വേറെ കിട്ടുന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മളോടൊന്ന് പറയണം. അത്രയും പൊട്ടിച്ചുള്ള റേറ്റ് ആണ് നമ്മൾ കൊടുക്കുന്നത്. ഞാൻ തന്നെ പറയാം, കേരളത്തില് ഇത്രയും കൂടുതൽ യൂസ്ഡ് ഫോണുകൾ ഒരു പ്ലാറ്റ്ഫോമില് അല്ല. നമുക്കിനിപ്പോ ഇതിപ്പോ നേരിട്ട് ഇവിടെ വരാൻ ബുദ്ധിമുട്ടുള്ള ആൾക്ക് ഓൺലൈൻ ഓൾ ഇന്ത്യ ഡെലിവറി ഉണ്ട്. ഓൺലൈൻ വഴി ഓർഡർ ചെയ്യാനുള്ള ഫെസിലിറ്റി നമുക്ക് ആപ്ലിക്കേഷൻ തുടങ്ങിയുള്ള മൊബിക്കോന്റെ പേരിൽ അടുത്ത മാസം 15-ാം തീയതി ആകുമ്പോഴേക്കും നമ്മുടെ ആപ്ലിക്കേഷൻ ലോഞ്ച് ആവും. അതേപോലെ തന്നെ നമ്മൾ ഇതിന്റെ ഷോറൂം ഒന്ന് വലുതാക്കാൻ വേണ്ടി ഇതിന്റെ നേരെ മുകളിലേക്ക് ഒരു 1000 സ്ക്വയർ ഫീറ്റിൽ ഒന്നും കൂടി കൂട്ടിയിട്ട് മൊബിക്കോ ഒന്ന് വലുതാക്കുന്നുണ്ട്. ആപ്ലിക്കേഷൻ വരുന്നുണ്ട്. അതോടുകൂടി ഓൾ ഇന്ത്യ ക്യാഷ് ഓൺ ഡെലിവറി ഒക്കെ സ്റ്റാർട്ട് ചെയ്യും. ഹിന്ദിയിൽ ഒരു വീഡിയോ അടിക്കണം. ഇപ്പൊ നമുക്കുള്ളത് നമ്മുടെ കസ്റ്റമർക്ക് നമ്മൾ ഇന്ന് കൊടുക്കാം. വിളിച്ചിട്ട് കിട്ടിയില്ലാനുള്ള പരാതി ആദ്യം ആരും പറയരുത്. കാരണം ഒരുപാട് കോൾ കേട്ട് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. IVR സിസ്റ്റം ചെയ്യുന്നുണ്ട്. കസ്റ്റമർക്കാരൊക്കെ അടുത്ത് തന്നെ വരും. എന്നുവെച്ചാൽ നമുക്ക് റെഡിയോ. ഇപ്പോൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചിരിക്കുകയാണെങ്കിൽ വിളിച്ചാൽ അത്യാവശ്യം വിളിച്ചാൽ നമ്മൾ റീപ്ലൈ കൊടുക്കും. വാട്സപ്പിൽ മെസ്സേജ് അയച്ചിരിക്കണമെങ്കിൽ അവർക്ക് റീപ്ലൈ കൊടുക്കും. പിന്നെ മാക്സിമം ഇവിടെ വരാൻ ഷോപ്പിലേക്ക് വന്നിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, അവർ വന്നിക്കുകയാണെങ്കിൽ ഏതൊരു സാധാരണക്കാരനും ഓർക്ക് വിചാരിച്ച ബഡ്ജറ്റിലുള്ള ഫോൺ നമുക്ക് കൊടുക്കാൻ പറ്റും. ഏത് മോഡൽ ആയിക്കോട്ടെ, ഏത് കമ്പനിന്റെ ആയിക്കോട്ടെ, ഫ്രഷ് ആണ് ഫ്രഷ്. ഇതൊക്കെ ഇപ്പം നമ്മൾ ഈ ഓണത്തിന് വന്ന ഏറ്റവും ലേറ്റസ്റ്റ് മോഡലുണ്ട്. ഇനി നമുക്ക് ചെറിയ ബഡ്ജറ്റിലൊക്കെ നമുക്ക് കാണാം. പിന്നെ സാംസങ് S25 ഇതിന് ബോക്സ് ഒട്ടിക്കണോ? 81,000 രൂപയാണ് S25 പുതിയ റേറ്റ് വരുന്നത്. നമ്മൾ എത്ര കൊടുക്കുന്ന അറിയോ? ഒരു 63,000 രൂപ കൊടുക്കുക. ഫ്രഷ് സീൽഡ് പൊട്ടിക്കാത്ത സീൽഡ് കട്ട് ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ ഇവിടെ പൊളിക്കുക, പൊളിച്ചിട്ട് ഇതേപോലെ പുറത്ത് വേണമെങ്കിൽ എടുത്ത് കാണിച്ചു തരും. സീൽഡ് പൊട്ടിക്കാത്ത പുതിയ ഫോണ്, ഇന്ത്യൻ പീസ്. ചിലർക്ക് സംശയം ഉണ്ടാവും TDR പീസ് ആണോ റൈറ്റ് കുറച്ച് കൊടുക്കുന്നത്. ഇന്ത്യയിൽ ഇതൊക്കെ പറഞ്ഞ ഫോണൊക്കെ നമ്മൾ കമ്പനി 1 ഇയർ വാറണ്ടി. എപ്പോഴാണോ കസ്റ്റമർ സിമ്മിന് വെച്ചാൽ അന്നപ്പോൾ 1 ഇയർ വാറണ്ടി വരുന്ന ഫോണാണ്. ചിലപ്പോൾ റൈറ്റ് പൊട്ടിക്കുക സെക്കൻഡ് ഒക്കെ ചിലർക്ക് സംശയം ഉണ്ട്, വാറണ്ടി ഉണ്ടോ, വാറണ്ടി കട്ട് ചെയ്തിട്ട് വരുന്നതൊക്കെ സംശയം. ഈ പറഞ്ഞ സാധനത്തിനൊക്കെ കമ്പനി 1 വർഷം വാറണ്ടി കൊടുക്കുന്നുണ്ട്. മൊബിക്കോ കൊടുക്കുന്ന വാറണ്ടി അല്ല, കമ്പനി 1 ഇയർ വാറണ്ടിയിലാണ് ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ കൊടുക്കുന്നത്. S25 റേറ്റ് വെറും 63,000 രൂപ. S24 പൈസ S25 ഒരുപാട് ഐറ്റംസ് ഉണ്ട്. നമുക്കിനി അടുത്ത നോട്ട് പ്രോയിലേക്ക് ചെറിയ ബഡ്ജറ്റ് ഒക്കെ വേണമെങ്കിൽ സാംസങ്ങിന്റെ നോട്ട് 12 Pro 22,000 രൂപയ്ക്ക് ഇറങ്ങിയ ഫോണാ. ജസ്റ്റ് സീഡ് കട്ട് ചെയ്തിട്ട് ഫ്രഷ് നമ്മൾ കൊടുക്കുന്ന റേറ്റ് 16 രൂപ. 16,000 മാത്രം. അതായത് 6,000 രൂപ കുറച്ചിട്ട് അവിടെ കൊടുക്കും. അതൊക്കെ നമ്മളുണ്ടാവും ഓണത്തിന് പൂക്കളട്ട മാതിരി ഇങ്ങനെ ഇവിടെ വരക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇവിടേക്ക് വരികയാണെങ്കിൽ ഇതൊക്കെ കണ്ടോ, ഈ ഓണം സാധാരണക്കാരന് ഏറ്റവും ചെറിയ ബഡ്ജറ്റിൽ, അതായത് പുതിയത് 18,000 രൂപയ്ക്ക് വന്ന റെഡ്മിന്റെ നോട്ട് 11 എന്ന് പറഞ്ഞ മോഡൽ കുറച്ച് മുമ്പേ വന്ന മോഡലാണ്. പക്ഷേ AMOLED ഡിസ്പ്ലേയും സ്നാപ്ഡ്രാഗൺ പ്രോസറൊക്കെ ആയിട്ട് ഒരു ചെറിയ ബഡ്ജറ്റിൽ ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു ഫോണാണ്. ഇതിന്റെ ഗ്ലാസ്, പൗച്ച്, ചാർജറൊക്കെ അതേ പ്രൈസ് തന്നെ ഉണ്ടോ. സ്റ്റിക്കർ പൊളിച്ചിട്ടുണ്ടാവില്ല. സ്റ്റിക്കർ പൊളിച്ചിട്ട് സെക്കൻഡ് ആക്കിയപ്പോൾ എത്ര കൊടുക്കുന്ന അറിയാം? വെറും 8,500 രൂപ കൊടുക്കും. 8,500. അതായത് എല്ലാ ടൈപ്പും ഉണ്ട് കേട്ടോ. ചെറിയ സാധാരണക്കാരാണ് നമ്മൾ കൂടുതൽ പരിഗണിക്കുന്നത്. നമുക്ക് സാധാരണക്കാർ കസ്റ്റമർ നമുക്ക് വേണ്ടത് സാധാരണക്കാർ നമ്മളെ കൂടെ എപ്പോഴും ഉണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഓണം ആഘോഷിക്കാൻ വേണ്ടി ചെറിയ ബഡ്ജറ്റിൽ വെറും 8,500 രൂപയ്ക്ക് 18,000 രൂപ പുതിയുള്ള ഈ ഫോൺ 8,500 രൂപ കൊടുക്കാം. നമ്മളെ കൈ നിറയെ സമ്മാനം നമ്മൾ കുറെ നേരെ പോയി നമ്മൾ കാട്ടി കൊടുക്കുകയും. പിന്നെ നമുക്കൊരു സാധനം ബൈജൂസിന്റെ ടാബ്. ഈ ടാബ് കേരളത്തിൽ ഇപ്പൊ ഭയങ്കര ട്രെൻഡിങ് ആണ്. നമ്മൾ ഇത് പരിചയപ്പെടുത്തിയ മുതൽ ഇപ്പൊ കേരളത്തിൽ ഭയങ്കര ട്രെൻഡാണ്. പഠിക്കുന്ന കുട്ടികൾക്ക്, അതേപോലെ ഹോട്ടലുകൾ ബില്ലിങ്, സൂപ്പർ മാർക്കറ്റിലെ ബില്ലിങ്, ഇപ്പൊ ഒരു കാറിൽ ഒരു ഡിസ്പ്ലേ വെക്കാനൊക്കെ ഉപയോഗിക്കാൻ പറ്റും നല്ല ക്വാളിറ്റിയുള്ള അടിപൊളി ടാബ്. ബൈജൂസ് 30,000 രൂപ മാർക്കറ്റിൽ വിട്ടുകൊണ്ടിരുന്ന ടാബ് ഇപ്പൊ ഞങ്ങൾ ഓഫറിൽ കൊടുക്കുന്നത് ബോക്സ് പീസ് ആണ്. 7,000 രൂപക്കാണ് ഇപ്പൊ വിട്ടുകൊണ്ടിരുന്നത്. ഇതിന്റെ മുമ്പേ 6,500 ആയിരുന്നു. ഇപ്പൊ സാധനം കുറച്ച് ടൈറ്റ് ആയി, എല്ലായിടത്തും തീർന്ന് ഇപ്പൊ കിട്ടാൻ കുറച്ച് ടൈറ്റ് ഉണ്ട്. 7,000 രൂപക്കാണ് ഇപ്പൊ നമ്മൾ ഓഫറിൽ കൊടുക്കുന്നത്. ഇതിന്റെ കൂടെ ഒരു ഷുവർ ആയിട്ടുള്ള ഗിഫ്റ്റ് ഉണ്ട് കേട്ടോ. ഗിഫ്റ്റ് ഉണ്ട്, നമ്മൾ നേരത്തെ കാണിച്ചതിന്റെ ഒക്കെ ഗിഫ്റ്റ് ഉണ്ട്. ഗിഫ്റ്റ് നമ്മൾ വേറെ പറയാം, ആടൊക്കെ പോണല്ലോ. പിന്നെ ഓൺലൈൻ മാത്രം കിട്ടുന്ന സാധനമാണ് നത്തിങ്.
നത്തിങ് ഷോപ്പിൽ അങ്ങനെ സെയിൽ ഉണ്ടാവില്ല, EMI ഒന്നും കൂടുതൽ കിട്ടില്ല. ഇതിന് നമ്മൾ ഇവിടെ EMI കൊടുക്കുകയും ചെയ്യും. പുതിയത് 23 റുപ്യാണ്. സാധാ ഷോപ്പിലൊക്കെ നമ്മൾ പോവുകയാണെങ്കിൽ ഉണ്ടെങ്കിൽ തന്നെ ഓൺലൈൻ റേറ്റ് പ്ലസ് ഒരു 500 കൊടുത്താൽ ഇത് വാങ്ങിക്കാൻ കിട്ടും. 23 റുപ്യന്റെ ഈ ഫോൺ നമ്മളിപ്പോൾ കൊടുക്കുന്നത് 20 റുപ്യക്കാണ്. അത് സീൽഡ് കട്ട് ചെയ്തില്ല, പുതിയത് 1 ഇയർ വാറണ്ടി. നത്തിങ് 3A Pro ഉണ്ട്, ഇതൊക്കെ റേറ്റ് 28,500. ഓൺലൈൻ റേറ്റിനായിട്ട് 2,000-3,000 നത്തിങ്ങിൽ കുറച്ച് കൊടുക്കുകയാണ്. ഒക്കെ നത്തിങ്ങിന്റെ സ്റ്റോക്ക് ആട്ടോ. ഞാൻ ശരിക്കും 4 മണിക്കൂർ മുമ്പ് ഇവിടെ എത്തിയിട്ടുണ്ട്. കസ്റ്റമർ തിരക്ക് കാരണം ഞാൻ ഫ്രീ ആയിക്കോട്ടെ കുറച്ച് 10 മണി ഇങ്ങനെ ആയില്ലേ. അതെ, രാത്രി 10 കസ്റ്റമർ കുറച്ച് ഗ്യാപ്പിൽ നമുക്ക് കിട്ടും. പിന്നെ ഒരു കുഞ്ഞൻ ഫോണ്, ഞാൻ മുമ്പത്തെ കുറെ വീഡിയോയിലൊക്കെ നമ്മള് കസ്റ്റമർ കണ്ടിട്ടുണ്ടാവും. ജപ്പാൻ വന്ന സാധനമാണ്, ഒരു കുഞ്ഞൻ ഫോണ്, വെറൈറ്റി ഷേപ്പ് ആണല്ലേ, നല്ല ഫ്രഷ് സിം ഒന്നും ഇടാത്ത പുതിയ ഫോൺ. എന്താ പ്രൈസ് വരുന്നത്? ഇന്ത്യയിൽ ഓൺലൈനൊക്കെ നോക്കി 67,000-80,000 ഒക്കെ റേറ്റ് കാണാം. നമ്മളിത് ഞാൻ മുമ്പേ വീഡിയോ ഒക്കെ കാട്ടിയിട്ടുണ്ട്. നമ്മൾ സാംസങ് S25 Ultra അല്ലേ ഇപ്പൊ ക്യാമറക്ക് ഏറ്റവും നല്ല ഫോൺ, ആ ക്യാമറയുടെ നല്ല ക്യാമറ ക്ലാരിറ്റി ഇതിന് അടിപൊളി. നമ്മൾ കുറെ വീഡിയോ കാണിച്ചാൽ കൂടെ ഇതിൽ കാണിക്കാത്തത് S25 Ultra ക്യാമറ. 25 Ultra ഇപ്പോൾ 1.5 ലക്ഷം കൊടുത്ത് കസ്റ്റമർ വാങ്ങിയ ക്യാമറക്ക് വേണ്ടിയിട്ടല്ലേ. അതിനായിട്ടും ക്യാമറ ക്ലാരിറ്റി ഉള്ള ഫോൺ വെറും 11,000 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇന്ത്യയിൽ 5G വർക്ക് ചെയ്യില്ല, 5G ഫോണാണ്. നല്ല ക്യൂട്ട്, 6GB RAM 120GB സ്റ്റോറേജിൽ ഈ ഫോൺ ഇപ്പൊ നമ്മളത്തെ സ്റ്റോക്ക് ഉണ്ട്. ബാൽമുഡ എന്നാണ് പേര്, ജപ്പാൻകാരനാണ്. റേറ്റ് വരുന്നത് വെറും ജപ്പാനീസിന് നമുക്ക് ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്യാം. നല്ല ബിൽഡ് ക്വാളിറ്റി അടിപൊളിയായിരിക്കും. പിന്നെ നമ്മളിതാ അടുത്ത നിങ്ങൾക്ക് നേരത്തെ സർപ്രൈസ് ആയിട്ട് വെച്ച സംഭവം ഒരുപാട് പറഞ്ഞല്ലേ കൈ നിറയെ സമ്മാനങ്ങൾ എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഇവിടുന്ന് പർച്ചേസ് ചെയ്യുന്ന ഒരു ഫോൺ പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമർക്ക് നമ്മൾ കൊടുക്കുന്ന ഈ ഓണത്തിന് മൊബിക്കോ കൊടുക്കുന്ന ഗിഫ്റ്റ്, നമ്മൾ കൊടുക്കുന്ന പ്രൊഡക്റ്റുകൾ തന്നെ ഇവിടെ 100% നീറ്റ് കണ്ടീഷൻ ഒക്കെ നമുക്ക് നിർബന്ധം. അതേപോലെ തന്നെയാണ് നമ്മൾ കൊടുക്കുന്ന ഗിഫ്റ്റിലും നമുക്കൊരു വിശ്വാസമുണ്ട്. അത്രയും ക്വാളിറ്റി ഉള്ള ഗിഫ്റ്റ് മാത്രമേ നമ്മൾ ഈ ഓണത്തിന് കൊടുക്കുന്നുള്ളൂ. ഒരു ഫോൺ എടുക്കുന്ന കസ്റ്റമർക്ക് ഇവിടുന്ന് ഒരു ഗിഫ്റ്റ് എടുക്കാം, അതിന്റെ പുറമെ ഇവിടുന്ന് ഒരു ഗിഫ്റ്റ് എടുക്കാം, അതുപോലെ ഇവിടുന്ന് ഒന്ന്. ഇതാണ് ഞങ്ങൾ മൊബിക്കോ കൊടുക്കുന്നത് കൈ നിറയെ സമ്മാനങ്ങൾ. പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമർക്ക് ഇത്രയും സാധനങ്ങൾ പറഞ്ഞ കേരളത്തിലെ പല കമ്പനികൾ വലിയ ബോക്സുള്ള ഗിഫ്റ്റ് ആയി കൊടുക്കുന്നുണ്ട്. ഇത് വേണമെങ്കിൽ ഞാൻ പൊളിച്ച് കാട്ടിത്തരാൻ തയ്യാറാണ്. പക്ഷേ ആ ഗിഫ്റ്റിന്റെ സർപ്രൈസ് നമ്മൾ ഏതാണ്ട് ഒരു 1000 രൂപയുടെ മുകളിൽ വില വരുന്ന ഗിഫ്റ്റ് ആണ് നമ്മൾ 3 എണ്ണമായിട്ട് കസ്റ്റമർ കൊടുക്കുന്നത്. ഇനി ഇത് മോശമാണെങ്കിൽ ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ നേരെ കൊണ്ടുവന്നിട്ടാ ഈ ഗ്ലാസ്സിനിട്ട് എറിഞ്ഞോളി. അതാണ് നമ്മൾ ഗിഫ്റ്റിൽ നമ്മൾ കൊടുക്കുന്നത്. അത്രയും നല്ല ക്വാളിറ്റി ഉള്ള ഗിഫ്റ്റ് ആണ് നമ്മൾ കൊടുക്കുന്നത്. 1 അല്ല 2 അല്ല 3 ഗിഫ്റ്റ് നമ്മൾ ഈ ഓണത്തിന് ഒരു കസ്റ്റമർ കൊടുക്കുന്നുണ്ട്. ടാബ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ ടാബ് തന്നെയല്ലേ, ടാബ് ഒരുപാട് ക്വാണ്ടിറ്റി എടുക്കുന്നുണ്ട്. ഇത്ര അല്ലേ ഇവിടെ ഫുള്ള് കൂട്ടിട്ടായിരുന്നു, ഏതാണ്ട് വില കുറച്ച് കൊടുത്താൽ പിന്നെ തീരാണ്ടിക്കുവോ. പിന്നെ കൈ നിറയെ സമ്മാനങ്ങളും എന്താ വേണ്ടത്. എന്തായാലും ഞാൻ നിങ്ങളുടെ നമ്പറും അഡ്രസ്സും ഒക്കെ വീഡിയോയുടെ താഴത്ത് കൊടുക്കാം. ഇനി നമ്മളിപ്പോ ഈ ഫ്രഷ് ഓണത്തിനൊക്കെ വന്ന മോഡൽ മാത്രമേ കാണിച്ചുള്ളൂ. ഇനി ഇവിടേക്ക് വരികയാണെങ്കിൽ തീർന്നിട്ടില്ല. ഇവിടെ ഷെൽഫിലുണ്ടല്ലേ നമ്മള് ഐഫോണിന്റെ ഒരുവിധം എല്ലാ മോഡലും നമ്മളടുത്ത് കളക്ഷൻസ് ഉണ്ട്. പിന്നെ സാംസങ്ങിന്റെ A സീരീസ് ഒന്നും പറഞ്ഞില്ല. റെനോ ഏറ്റവും ലേറ്റസ്റ്റ് റെനോ 14, 14 Pro. റെനോ 14 Pro പുതിയ 50,000 രൂപ നമ്മൾ കൊടുക്കുന്നത് വെറും 44,000 രൂപ. ഫ്രഷ് 6,000 രൂപ കുറച്ചിട്ട് നമ്മൾ കസ്റ്റമർ കൊടുക്കുന്നത്. ഇനി 40,000 രൂപ കൊടുക്കുന്നത് 34,000-ന്, 6,000 രൂപ കുറച്ചിട്ട്. ഇങ്ങനെ ഒരുപാട് മോഡൽ. ഓപ്പോ ഈ ഓണത്തിലേക്ക് കമ്പനി ഏതൊക്കെ പുതിയ ഇറക്കിക്കണോ അതൊക്കെ മൊബിക്കോൾക്ക് വന്നാൽ സെക്കൻഡ് ആയിട്ട് 5,000, 8,000. ഇനിയിപ്പോൾ S20 Ultra, 23 Ultra, 25 Ultra ആണെങ്കിൽ ഏതാണ്ട് 20,000 ഒക്കെ വരെ കുറച്ചിട്ട് കസ്റ്റമർക്ക് വാങ്ങിക്കാം. അതുപോലെ സാംസങ്ങിന്റെ Z ഫോൾഡ്, ഫ്ലിപ്പ് ഒക്കെ പറഞ്ഞിട്ട് ഒരു ഇതല്ല. S23 Ultra, 22 Ultra, 24 Ultra, 25 Ultra ഒക്കെ ഒരുപാട് സ്റ്റോക്ക് എടുക്കുന്നുണ്ട്. അതുപോലെ ഗൂഗിൾ പിക്സലിന്റെ എല്ലാ മോഡലും സ്റ്റോക്ക് ഉണ്ട് കേട്ടോ. പിക്സൽ 6A, 7, 8, 8A ഒക്കെ ജസ്റ്റ് ഒന്ന് കാണണോ? പിക്സലിന്റെ കുറച്ച് വെറൈറ്റീസ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിക്സൽ നമ്മള് കഴിഞ്ഞ പ്രാവശ്യം സ്റ്റോക്ക് ആയിരുന്നു. പിക്സലിന്റെ ഒരു കൂമ്പാരം തന്നെ ആയിരുന്നു. പിക്സലിന്റെ കുറച്ച് മോഡൽസ് മാത്രമേ എടുത്ത് കാണിച്ചു. നമുക്ക് നമ്മളെ യൂസ്ഡ് ഫോൺ ഇതാണ് നമ്മളെ കണ്ടീഷൻ. അതായത് ഇതിനൊന്നും കമ്പനി വാറണ്ടി ഇല്ലാത്ത ഫോണുകളാണെങ്കിൽ മൊബിക്കോന്ന് വാങ്ങിക്കുന്ന ഫോണുകൾക്ക് കമ്പനി വാറണ്ടി ഇല്ലെങ്കിൽ 6 മാസത്തെ വാറണ്ടി നമ്മൾ കൊടുക്കും. ഷോപ്പ് വാറണ്ടി നമ്മൾ കൊടുക്കും. പിന്നെ നമ്മുടെ ഫോണിന്റെ നീറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പുതിയ ഫോണാണോ സെക്കൻഡ് ഫോണാണോ തിരിച്ചറിയാൻ പറ്റൂല. അത്രയും 100% നീറ്റുള്ള ഫോൺ മാത്രമേ നമ്മൾ മൊബിക്കോയിൽ സെയിൽ ചെയ്യൂ. കമ്പനി വാറണ്ടി ഇല്ലെങ്കിൽ എല്ലാത്തിനും 6 month മൊബിക്കോ വാറണ്ടി കൊടുക്കും. പിന്നെ ചില കസ്റ്റമർക്ക് സംശയം ഉണ്ടോ, നമ്മൾ കൊറിയർ അയച്ചു കൊടുത്തിട്ട് അവരെ കൈ കിട്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ആ സമയത്ത് പ്രൊഡക്റ്റ് ഇപ്പൊ വാങ്ങിച്ചാൽ
അവർ നമ്മളെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്തിട്ട് അക്കൗണ്ട് ക്യാഷ് ഇട്ടെന്ന് പ്രോഡക്റ്റ് അവർ കയ്യിലെത്തിയിട്ട് 3 ദിവസം കൊണ്ട് അവർക്ക് എന്തെങ്കിലും ഡാമേജോ പ്രശ്നങ്ങളോ തോന്നുകയാണെങ്കിൽ ക്യാഷ് റീഫണ്ട് ഓപ്ഷൻ ഉണ്ട്. കയ്യിൽ പ്രൊഡക്റ്റ് എത്തിയതിനു ശേഷം 3 ദിവസം അവർക്ക് ക്യാഷ് റീഫണ്ട് ചെയ്യാം. അതിനുശേഷം 10 ദിവസം നമ്മൾ ചെക്കിംഗ് വാറണ്ടി ആണോ ഉദ്ദേശിക്കുന്നത്? അല്ല, 3 ദിവസം റീപ്ലേസ് അല്ല ക്യാഷ് റീഫണ്ട് ഓപ്ഷൻ, അത് പൈസ തിരിച്ചു കൊടുക്കും. അതിനുശേഷം 10 ദിവസം വരെ, കാരണം അവർ കാണണമല്ലോ പ്രൊഡക്റ്റ് എടുക്കുന്നത്, കയ്യിൽ കിട്ടിയതിനു ശേഷം എന്തെങ്കിലും ഇഷ്യൂസ് തോന്നുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞ നീറ്റോ കാര്യങ്ങളോ ഇല്ലെങ്കിൽ അവർക്ക് നമ്മൾ ക്യാഷ് റീഫണ്ട് ചെയ്ത് കൊടുക്കും. അതിനുശേഷം 10 ദിവസം വരെ ഈ പ്രൊഡക്റ്റ് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല, അവർക്ക് ചേഞ്ച് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്, പ്രൊഡക്റ്റ് മാറ്റിയെടുക്കാം. അതിനുശേഷം 6 മാസം നമ്മൾ വാറണ്ടിയും കൊടുക്കും. ഒരു യൂസ്ഡ് ഫോണിന്റെ കേസിൽ സാധാരണക്കാർക്കൊക്കെ യൂസ്ഡ് ഫോൺ വാങ്ങിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ട്, പക്ഷെ പേടിയാണ്, എവിടെയെങ്കിലും പോയിട്ട് എന്തെങ്കിലും പറ്റിച്ച് തടിയുമ്പോൾ കുടുംബം എല്ലാവർക്കും ഉള്ളൊരു കേസ്, സെക്കൻഡ് കേസ്. ആ ഒരു പേടി 20 വർഷം ഞാൻ ഈ ഫീൽഡിലുണ്ട്. അപ്പൊ നമുക്ക് ഇതിനെ കുറിച്ച് അറിയാം. എന്തെങ്കിലും പറ്റിച്ചൊക്കെ ജീവിക്കുകയാണെങ്കിൽ 5 വർഷം പബ്ലിക്കിൽ നമ്മൾ നിൽക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയ അമ്മാരി പവർ, 5 മിനിറ്റ് വേണ്ട നമ്മൾ എടുത്ത് പുറത്തിട്ടാണ്, ഷുവർ അല്ലേ? അപ്പൊ അത്രയും ക്വാളിറ്റിയുള്ള ഫോണിൽ മാത്രമേ നമ്മൾ ഇവിടെ സേവ് ചെയ്യൂ. 100%. ഏതൊരു സാധാരണക്കാരനും 100% വിശ്വസിച്ച് ഒരു ഫോൺ വാങ്ങിക്കണമെങ്കിൽ നേരെ മൊബിക്കോൾക്ക് വരിക, നമ്മൾ കൊടുക്കും ഏറ്റവും നല്ല ഓഫർ റേറ്റിലും ഏറ്റവും നല്ല ഗിഫ്റ്റും. ഈ ഓണത്തിന് ഏറ്റവും നല്ല ഗിഫ്റ്റ് ആരാണ് കേരളത്തിൽ കൊടുക്കുന്നത് വെച്ചാൽ നമുക്ക് പറയാൻ പറ്റണം മൊബിക്കോലാണെന്ന്. അതേമാതിരി യൂസ്ഡ് ഫോൺ ഏറ്റവും കൂടുതൽ കളക്ഷൻസ് എവിടെയുള്ളതെന്ന് വെച്ചാൽ പ്ലാറ്റ്ഫോമിൽ കയറി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ എവിടെ ഉണ്ടെന്ന് വെച്ചാൽ ഒറ്റ ഉത്തരം ഉണ്ടാവും, മൊബിക്കോ. ഇപ്പൊ ഈ കൗണ്ടറിൽ അടിയിലൊക്കെ ഒരുപാട് ഫോണുകളുണ്ട്. തീർച്ചയായും. ഷമീർ ഭായിന്റെ പുതിയ സ്ഥാപനമാണ്, അപ്പൊ നിങ്ങൾ നേരിട്ട് വിസിറ്റ് ചെയ്യുക, പിന്നെ പ്രൊഡക്റ്റുകളൊക്കെ നേരിട്ട് കണ്ട് പർച്ചേസ് ചെയ്യുക, ഷമീർ ഭായിനെ പരിചയപ്പെടാം. അപ്പൊ നമുക്ക് പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ. ഓക്കെ.